കർണാടകയിൽ ബേരിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതൊരു ടൗൺ ഏരിയ ഒന്നുമല്ല, ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ്. പ്രത്യേകിച്ച് അവിടെ ഒരു ക്ഷേത്രം മാത്രമാണ് ഉള്ളത്, വലിയ ഫെസിലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ കുറച്ച് ആൾക്കാർ ഇടയ്ക്ക് വിസിറ്റിനൊക്കെ വരാറുണ്ട്. അപ്പോൾ കൂടുതലും സ്റ്റേ ചെയ്യാനായിട്ട് റൂംസ് ഒന്നും അവിടെ ഇല്ല. ഇപ്പോൾ ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടൽസ് ഒന്നും തന്നെ അവിടെ ഇല്ല. കുറേ ലോഡ്ജുകൾ മാത്രമാണ് ഉള്ളത്. ഈ ലോഡ്ജുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ജോലിക്ക് വരുന്ന ആൾക്കാർ വല്ലപ്പോഴും കൂടെ അവിടെ വരികയും ആ ലോഡ്ജിലൊക്കെ താമസിക്കാറുമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വലിയ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ബേരി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് 2025 ഓഗസ്റ്റ് 24 വൈകിട്ട് ഒരു 6 മണി ആയപ്പോഴത്തേക്കും ഒരു പുരുഷനും സ്ത്രീയും കൂടെ റൂം എടുക്കാനായിട്ട് വരികയാണ്. അധികം പ്രായമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അവരൊരു ലോഡ്ജിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ലോഡ്ജിലുള്ള ആൾക്കാരുടെ അവിടുത്തെ ജോലിക്കാരൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത് ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ ഒരു ആണും പെണ്ണും കൂടെ വന്ന സമയത്ത് ഇവരുടെ ഏറ്റവും തന്നെ ചോദിച്ചത് എന്താണ്, ഇപ്പോൾ റൂം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ എന്തിനാണ് റൂം എടുക്കുന്നത്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്ത് ആവശ്യത്തിനാണ് ഇവിടെ വന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് ഈ സദാചാര ചോദ്യങ്ങൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. രണ്ടുപേരെന്ന് പറയുമ്പോഴത്തേക്കുള്ള പേരോട് ഞാൻ പറഞ്ഞേക്കാം. ആ ഒരു യുവാവിൻ്റെ പേര് സിദ്ധരാജു എന്നാണ്. സിദ്ധരാജുവിന് 25 വയസ്സായിരുന്നു പ്രായം. കൂടെ ഉണ്ടായിരുന്ന ആ ഒരു യുവതിയുടെ പേര് രക്ഷിത എന്നാണ്. രക്ഷിതയ്ക്ക് 20 വയസ്സായിരുന്നു പ്രായം. ഇവർ പറയുകയാണ് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. തൊട്ടടുത്തൊരു കോവിലുണ്ട്, ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് തൊഴാനായിട്ട് വന്നതാണ്. അപ്പോൾ നാളെ രാവിലെ ഒരു 6 മണി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അമ്പലത്തിലേക്ക് പോകണം. അവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വരും. എന്നിട്ട് റൂം വെക്കേറ്റ് ചെയ്ത് തിരികെ പോവുകയും ചെയ്യും എന്ന് പറയുകയാണ്. അപ്പോൾ അവർ നോക്കിയപ്പോഴത്തേക്ക് ഈ ഭാര്യ ഭർത്താവാണോ എന്നൊരു സംശയം അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു രക്ഷിത എന്ന് പറയുന്ന ആ ഒരു യുവതി ഒരു താലി എടുത്ത് കാണിച്ചു. ഇവിടെ സിന്ദൂർ ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. അവർ ഡീറ്റെയിൽസ് ഒക്കെ പറയുകയാണ്. ഈ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടാണ് അവിടെ റൂം കിട്ടിയത് പോലും. അങ്ങനെ അവർക്ക് അവിടെ ഒരു റൂം കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള 146 നമ്പർ ആ റൂമാണ് അവർക്ക് കിട്ടിയത്. അങ്ങനെ സിദ്ധരാജുവിൻ്റെ ഭാര്യയായിട്ട് റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ റൂമിലേക്ക് പോയപ്പോഴത്തേക്കും അവിടെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒരു വൈകുന്നേരം ഫുഡ് കൂടെ വാങ്ങിച്ചിട്ടാണ് അവിടേക്ക് വന്നിരുന്നത്. അങ്ങനെ ആ ഒരു ദിവസം കടന്നു പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ, അപ്പോൾ സിദ്ധരാജു പറഞ്ഞതനുസരിച്ച് രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ഇവർക്ക് അമ്പലത്തിലേക്ക് പോകണം. രാവിലെ 5 മണി സമയമായി. ഓഗസ്റ്റ് 25 രാവിലെ ഒരു 5 മണി സമയമാണ്. ഈ 5 മണി സമയമായപ്പോഴത്തേക്കും ലോഡ്ജിൽ വല്ലാത്തൊരു ശബ്ദം കേൾക്കുകയാണ്. എന്തോ പൊട്ടിത്തെറിച്ച ബ്ലാസ്റ്റ് ഉണ്ടാകുന്ന ഒരു സൗണ്ടാണ് പെട്ടെന്ന് കേട്ടത്. ഈ ബ്ലാസ്റ്റിന്റെ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും ആ ലോഡ്ജിൽ താമസിക്കുന്ന എല്ലാവരും ഞെട്ടി എണീറ്റു എന്നുള്ളതാണ് സത്യം. രാവിലെ 5 മണി ആയിട്ടുള്ളൂ, എല്ലാവരും എണീക്കുന്ന സമയം ആയിട്ടില്ല. പക്ഷെ പെട്ടെന്ന് ബ്ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഈ ഭൂകമ്പം ഉണ്ടാകുന്ന പോലെ, അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ഒരു സ്ഫോടനം നടന്ന പോലത്തെ ശബ്ദമാണ്. എല്ലാവരും റൂമിൽ നിന്ന് ഇറങ്ങി പല വഴിക്ക് ഓടാൻ വേണ്ടി തുടങ്ങി. എവിടുന്നാണ് ഈ ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടത്, എന്താണ് സംഭവിച്ചെന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ് ഈ ഒരു സൗണ്ട് കേട്ടത്. പെട്ടെന്നൊരു ബ്ലാസ്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു ഏരിയ കിട്ടത്തില്ലല്ലോ. അങ്ങനെ അവർ ഓരോ റൂമിൽ പോയിട്ട് അന്വേഷിക്കുകയാണ്, എന്താണ് സംഭവിച്ചതെന്നൊക്കെ അന്വേഷിക്കുകയാണ്. പലരും പുറത്തുണ്ട്. അപ്പോൾ 146 നമ്പറിൽ നിന്നാണ് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നവർക്ക് മനസ്സിലായി. അതായത് സിദ്ധരാജുവിൻ്റെയും രക്ഷിതയുടെയും മുറിയിൽ നിന്നാണ് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ കഥയിൽ കൊട്ടുകയാണ്. ഒരുപാട് തവണ കൊട്ടുനോക്കി, പക്ഷേ പ്രതികരണം ഒന്നും തന്നെ ഇല്ല. അവർ നോക്കിയപ്പോഴത്തേക്കും അവിടുന്ന് പുക വരുന്നുണ്ട്. ആ റൂമിൽ നിന്ന് ഈ വാതിലിൻ്റെ അടിയിൽ കൂടെ പുക വരുന്നുണ്ട്. വല്ലാത്തൊരു സ്മെല്ല്, ഈ കരിമരുന്നിൻ്റെ പോലെയൊക്കെ എന്തോ പൊട്ടിത്തെറിച്ചൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ റൂമിൽ തന്നെയാണ് എന്തോ സംഭവിച്ചിരിക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു. ഈ സിദ്ധരാജു എന്ന് പറയുന്ന ആ ഒരു യുവാവുണ്ടല്ലോ, അയാൾ കഥ തുറന്ന് പുറത്തേക്ക് വരികയാണ്. ഇയാൾ ആകപ്പാട് അലറി വിളിച്ച് കരഞ്ഞ് നിലവിളിച്ചാണ് റൂമിൻ്റെ പുറത്തേക്ക് വരുന്നത്. അവിടെ കൂടിയ എല്ലാവരോടും പറയുകയാണ് തൻ്റെ ഭാര്യ ഫോൺ പൊട്ടിത്തെറിച്ച് മരണപ്പെട്ടു. എല്ലാവർക്കും ഭയങ്കര ഷോക്കായി പോയി. എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ ആ റൂമിൻ്റെ അകത്തേക്ക് കയറി നോക്കിയാണ്. അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ രക്ഷിത എന്ന് പറയുന്ന ആ ഒരു യുവതി ഉണ്ടല്ലോ, അവരുടെ ശരീരം ഇങ്ങനെ പൊട്ടിത്തെറിച്ച അവസ്ഥയിൽ, അതായത് മുഖം പൊട്ടിത്തെറിച്ച് പോയിരിക്കുകയാണ്. വായില്ല, ചുണ്ടില്ല, മൂക്കില്ല, കണ്ണില്ല, എല്ലാം കൂടെ ആപ്പാട് വികൃതമായി രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ് അവരവിടെ. അപ്പോൾ ഈ യുവാവ് പറയുന്നത്, സിദ്ധരാജു പറയുന്നത് തൻ്റെ ഭാര്യ അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. രാവിലെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, അപ്പോഴാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ്. അയാൾ കരയുകയാണ്. അപ്പോൾ അവിടുത്തെ ജീവനക്കാരും അവിടെ താമസിച്ചിരുന്ന ആൾക്കാരെല്ലാം കൂടെ ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത്, കൃത്യമായിട്ട് പറയും. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ രാവിലെ ഞാനും ഭാര്യയും കൂടെ എണീറ്റു, അമ്പലത്തിൽ പോകാനായിട്ട് ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ബാത്റൂമിലേക്ക് പോയി. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഏതൊരു ഫോൺ വന്നിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടി പോയ സമയത്ത് പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും തൻ്റെ ഭാര്യ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ആ കയ്യിലുണ്ടായിരുന്ന ഫോൺ പൊട്ടിത്തെറിച്ച് പോവുകയും ചെയ്തു. അപ്പോൾ സിദ്ധരാജു പറഞ്ഞു ഞാൻ ലേറ്റായത്, ഈ വാതിൽ തുറക്കാൻ ലേറ്റായത് ഞാൻ പെട്ടെന്ന് ഷോക്കായി നിന്നുപോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വാതിൽ തുറക്കാനായിട്ട് സാധിക്കാതെ പോയത് എന്നുള്ളതാണ്.
എല്ലാവരും കൂടെ ആ ഒരു യുവാവിനെ സിദ്ധരാജുവിനെ ഒരുപാട് ആശ്വസിപ്പിച്ചു. പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് അന്വേഷണം ആരംഭിക്കുകയാണ്. പോലീസ് അവിടേക്ക് എത്തിയ സമയത്ത് സിദ്ധരാജു ആപ്പാട് ഷോക്കായോ വല്ലാത്തൊരു അവസ്ഥയിൽ അവിടെ ഇരിക്കുകയാണ്. പോലീസ് ഏറ്റവും തന്നെ റൂം മുഴുവൻ ഇങ്ങനെ പരിശോധിക്കുകയാണ്. പോലീസ് മാത്രമല്ല, ഫോറൻസിക് സംഘവും മീഡിയയ്ക്ക് അറിഞ്ഞിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ എത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ഫോൺ പൊട്ടിത്തെറിക്കുന്ന പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും ഒരു ഫോണിനകത്ത് ഡിസ്പ്ലേ ഗ്ലാസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ പുറത്ത് ഇരുമ്പോ ഫൈബറോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഒരു ഫോൺ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഫോൺ പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അതിന്റെ പാർട്ടിക്കിൾസ് അവിടെയൊക്കെ തന്നെ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഈ രക്ഷിതയുടെ ശരീരം പരിശോധിക്കുകയാണ്. അവരുടെ ഭാഗമാണ് കംപ്ലീറ്റ്ലി പൊട്ടിപ്പോയിരിക്കുന്നത്. അതായത് വായിക്കകത്ത് മൊബൈൽ ഫോൺ വെച്ച് പൊട്ടിത്തെറിക്കത്തില്ലേ, അങ്ങനെ ഒരു അവസ്ഥയായി പോയി. അതായത് ഒട്ടും ഇല്ല. അപ്പോൾ സിദ്ധരാജു പറഞ്ഞനുസരിച്ച് മൊബൈൽ ഫോൺ ചെവി വെച്ച് സംസാരിക്കുകയായിരുന്നു അല്ലേ, ഒരു ഫോൺ വന്നതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കാൻ മനസ്സിലാവും, ഒരാൾക്ക് ഫോൺ വരികയാണെങ്കിൽ ആ ഫോൺ ചെവിയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ചെവിയാണ് ഏറ്റവും ആദ്യം പോകേണ്ടത്. വായും പോവും, പക്ഷെ ചെവിയാണ് കൂടുതലായിട്ട് പോകേണ്ടത്. പക്ഷെ ഇവിടെ ചെവിയുടെ ഭാഗത്തിനല്ല അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, വായുടെ ഭാഗത്തിനാണ്. മാത്രമല്ല, ഒരു ഫോൺ പൊട്ടിത്തെറിച്ചാൽ അതിന്റെ ഗ്ലാസ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ ഇരുമ്പ്, അതിന്റെ വയറുകൾ, അതിന്റെ എല്ലാ സാധനങ്ങളും ആ റൂമിൽ കാണേണ്ടതാണ്. പോലീസും ഫോറൻസിക്കും എത്ര അരിച്ചു പറക്കിയിട്ടും ഫോണിന്റെ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ അവിടെ കണ്ടില്ല. മാത്രമല്ല, ഒരു പൊട്ടിത്തെറിച്ചൊരു ഫോൺ പോലും കിട്ടാൻ വേണ്ടി സാധിച്ചില്ല. മാത്രമല്ല, അവിടെ ചാർജർ കിടപ്പുണ്ട്. ഈ ചാർജർ വേറെ ഒന്നും പൊട്ടിത്തെറിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഫോൺ പൊട്ടിത്തെറിച്ചതെന്ന് ഇപ്പോഴും പോലീസിന് മനസ്സിലായില്ല. സിദ്ധരാജുവിന്റെ അടുത്തത് ചോദിക്കുന്നുമുണ്ട്. സിദ്ധരാജു ആണെന്നുണ്ടെങ്കിൽ ആകപ്പാട് ഒന്ന് പരിഭ്രമിച്ച് ഇരിക്കുകയാണ്. പോലീസിനെ കണ്ടപ്പോഴത്തേക്ക് ഇയാൾ പേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. അപ്പോൾ പോലീസിന് സംശയം തോന്നി, ഈ സിദ്ധരാജു എന്തോ ഒരു കള്ളത്തരം കാണിക്കുന്നുണ്ടെന്നൊരു ഡൗട്ട് പോലീസിന് വരികയാണ്. അതിനിടയിൽ സിദ്ധരാജു താനൊന്ന് വീട്ടിൽ പോവുകയാണ്, ബന്ധുക്കളെയും കാര്യങ്ങളെയൊക്കെ അറിയിക്കണം, എല്ലാവരെയും കൂട്ടിക്കൊണ്ട് താൻ വരാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവിടെ കൂടിയ ആൾക്കാർ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇതേപോലെ ഒരു ഇഷ്യൂ ഉണ്ടായെങ്കിൽ, പെട്ടെന്ന് ഫോൺ പൊട്ടിത്തെറിച്ചെങ്കിൽ എല്ലാവരും ചെയ്തെന്താണ്, വളരെ പെട്ടെന്ന് തന്നെ ആ വാതിൽ തുറന്ന് ഭാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കാനായിട്ട് നോക്കും. പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് ഈ കതക് തുറന്നിട്ട് തന്റെ ഭാര്യ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് കരഞ്ഞ് അലറി വിളിച്ചു, മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്. അതെന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുകയാണ്. പോലീസിൽ ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും സിദ്ധരാജു എന്തോ ഒരു കള്ളത്തരം കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പായി. അങ്ങനെ സിദ്ധരാജുവിനെ വീണ്ടും വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അപ്പൊ ഇത് ഭാര്യയാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭാര്യയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ ചോദിക്കുകയാണ്. നിങ്ങളുടെ വിവാഹത്തിന്റെ ഫോട്ടോസോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾ ദമ്പതികളാണെന്നതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പോലീസ് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. ആ വീണ്ടും ചോദ്യത്തിൽ സിദ്ധരാജു സത്യം പറയുകയാണ്. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ല, രക്ഷിതയെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, ഞങ്ങൾ കുറച്ചു കാലമായിട്ട് പ്രണയത്തിലായിരുന്നു. രക്ഷിതയുടെ വീട്ടുകാർ അറിയാണ്ട് ഞങ്ങളുടെ റൂം എടുത്ത് താമസമാണ്. ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളുടെ റൂം എടുത്തത് മറ്റു കാര്യങ്ങൾ കൂടെ വേണ്ടി ഒരു ദിവസം സ്റ്റേ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ റൂം എടുത്തത്. പക്ഷേ റൂം എടുത്ത് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് താൻ കടന്നു പോവുകയായിരുന്നു. ഇങ്ങനെ സംഭവിക്കും തന്നോട്ടും പ്രതീക്ഷിച്ചതുമില്ല. അപ്പോഴും സിദ്ധരാജു പറയുന്നത് രക്ഷിതയുടെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ പൊട്ടിത്തെറിച്ചപ്പോഴത്തേക്കും മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് ആ യുവതി അവിടെ മരിച്ചു കിടന്നപ്പോഴത്തേക്കും താൻ ഭയപ്പെട്ടു പോയി. ഇതെല്ലാം തൻ്റെ തലയിൽ വരുന്നൊരു പേടി തൻ്റെ മനസ്സിലേക്ക് കയറി. അതുകൊണ്ടാണ് താൻ രക്ഷപ്പെടാനായിട്ട് ഭാര്യയാണെന്നൊക്കെ പറഞ്ഞത്. ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാര്യയാണെന്ന് പറഞ്ഞത്, ഒരു കള്ളത്തരം പറയുകയാണ്. അപ്പോൾ സിദ്ധരാജു പറഞ്ഞു, ഞാൻ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല, ഫോൺ പൊട്ടിത്തെറിച്ചാണ് ഈ ഒരു മരണം സംഭവിച്ചത് എന്നാണ്. അങ്ങനെ രക്ഷിതയുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ്. ബന്ധുക്കളെ വിവരം അറിയിക്കുകയും ചെയ്തു. രക്ഷിതയുടെ യഥാർത്ഥ വീട്ടിൽ അവളുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭർത്താവുണ്ട്. വിവാഹം കഴിച്ചതാണ്. ആ ഭർത്താവ് ദുബായിൽ വർക്ക് ചെയ്യുകയാണ്. അയാളൊരു മലയാളിയാണ്, കേരള സ്വദേശിയാണ്. അപ്പോൾ രക്ഷിതയെ വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലേക്കാണ്. അവരൊരു കർണാടക സ്വദേശിനിയാണ്. അങ്ങനെ വീട്ടുകാർ വിവരം അറിയിച്ചു. വീട്ടുകാർ വളരെ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്. അപ്പോൾ രക്ഷിതയുടെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്. രക്ഷിതയുടെ യഥാർത്ഥ സ്ഥലം എന്ന് പറയുന്നത് ഈ സംഭവം നടന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരുപാട് കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്താണ്. രക്ഷിതയ്ക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 20 വയസ്സാണ് പ്രായം. അവൾ +2 വരെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. +2 കഴിഞ്ഞ് പഠനം നിർത്തി. പ്രത്യേകിച്ച് ജോലി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ജോലി ചെയ്യാതിരുന്ന ആ സമയത്ത് വീട്ടുകാർ വിവാഹത്തിന് നിർബന്ധിക്കുകയും അങ്ങനെ പല വിവാഹ ആലോചന വന്നു. ഒടുവിൽ ഒരു ദുബായിക്കാരൻ്റെ ആലോചന വരികയാണ്. അപ്പോൾ വീട്ടുകാർക്ക് അത് ഇഷ്ടപ്പെടുകയുണ്ടായി. രക്ഷിതയും ചിന്തിച്ചു, തനിക്കും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പോൾ ഭർത്താവ് ദുബായിലാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് തന്നെ ദുബായിലേക്ക് കൊണ്ടുപോകുമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കൂടെ പോകാമല്ലോ. അങ്ങനെ അവളെ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടുകാർക്ക് ഇത്രയും കാര്യങ്ങളാണ് പോലീസിനോട് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ സിദ്ധരാജുവിൻ്റെ കാര്യം പോലീസ് വീട്ടുകാരോട് പറയുകയാണ്. വീട്ടുകാർക്ക്, അതായത് രക്ഷിതയുടെ അച്ഛനും അമ്മയ്ക്കും സിദ്ധരാജുവിൻ്റെ കാര്യം നന്നായിട്ട് അറിയാമായിരുന്നു. അവരെ പോലീസിനോട് ഏറ്റവും അധികം പറഞ്ഞത് അവൻ തന്നെയായിരിക്കും തൻ്റെ മകളെ കൊന്നത്. കാരണം വിവാഹത്തിന് മുന്നേ ഒരുപാട് തൻ്റെ മകളുടെ പിറകെ നടന്നവൻ ശല്യം ചെയ്തതാണ്. ഇരുവർക്കും ഇടയിൽ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ മകളെ മനസ്സിലാക്കി. സിദ്ധരാജുവിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, പറയത്തക്ക സാമ്പത്തികമില്ല, നല്ലൊരു കുടുംബം പോലും ഇല്ല. ആപ്പാടെ അലമ്പടിച്ച് ഒരു ഫ്രോഡിനെ പോലെ നടക്കുകയാണ്. അപ്പോൾ അവനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിന്റെ ജീവിതം ശരിയായിട്ട് പോകില്ല എന്ന്
ഞങ്ങൾ മകളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ആ വിവാഹത്തിൽ നിന്ന് സിദ്ധരാജുമായിട്ടുള്ള ആ വിവാഹത്തിനൊന്നും അവൾ തയ്യാറായില്ല. ഞങ്ങൾ പറഞ്ഞ വിവാഹം അവള് സമ്മതിക്കുകയും ചെയ്തു. ആ ഒരു ബന്ധത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ സിദ്ധരാജു തങ്ങളുടെ മകളെ പക പോക്കാനായിട്ട് ഇവിടേക്ക് കൊണ്ടുവന്ന് മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണെന്നാണ് ആ മാതാപിതാക്കൾ പറയുന്നത്. പോലീസിന് കാര്യം ഉറപ്പായി, ഈ സിദ്ധരാജുവും രക്ഷിതയും നേരത്തെ പ്രണയത്തിലായിരുന്നു. അതെന്തായാലും ഉറപ്പായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചറിയുകയാണ്. അപ്പോഴും പോലീസ് സംശയം മൊത്തം ഈ സിദ്ധരാജുവിന് തന്നെയാണ്. അപ്പൊ സിദ്ധരാജുവിന്റെ അടുത്ത് പോലീസ് ഈ രക്ഷിതയെ എങ്ങനെ പരിചയപ്പെട്ടു, നിങ്ങൾ എപ്പോഴാണ് പ്രണയത്തിലായെന്നൊക്കെ ചോദിക്കുകയാണ്. അയാൾ പറഞ്ഞ മറുപടികൾ ഇപ്രകാരമായിരുന്നു. ഈ രക്ഷിത സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, കൃത്യമായിട്ട് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സിദ്ധരാജു അവളുടെ പുറകെ നടക്കാനായിട്ട് തുടങ്ങിയതാണ്. സിദ്ധരാജുവിന് അപ്പോൾ പഠിപ്പൊന്നുമില്ല, 10ാം ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അത് ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് നാൾ രക്ഷിതയുടെ പിറകെ നടക്കുകയും പിന്നാലെ നടക്കുകയും ഒടുവിൽ രക്ഷിത അതിന് സമ്മതം മൂടുകയും ചെയ്തു. ഒരു പ്രണയത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്ത് തന്നെ ഈ സിദ്ധരാജു രക്ഷിതയെ ഓരോ സ്ഥലങ്ങളിലേക്ക് കറങ്ങാൻ വേണ്ടി കൊണ്ടുപോകും. പല സ്ഥലങ്ങളിൽ റൂം എടുക്കുകയും അവർ ഒരുമിച്ച് അവിടെ താമസിക്കുകയും ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പോക്സോ കേസ് കൂടിയാണ്. കാരണം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ് ആ സമയത്ത് രക്ഷിത. അങ്ങനെ രക്ഷിതയുടെ +2 പഠനം കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ആ പഠിപ്പ് നിർത്തുകയാണ്. ഈ പഠിപ്പ് നിർത്തിയ സമയത്ത് രണ്ടുപേരും കൂടെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രക്ഷിതയുടെ വീട്ടുകാർ ആ ബന്ധത്തെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയാണ്. ആ വിവാഹത്തിന് സമ്മതിപ്പിച്ചില്ല. മറ്റൊരു വിവാഹത്തിലേക്ക് പോവുകയും ചെയ്തു. വേറൊരു വിവാഹത്തിലേക്ക് പോയത് കൊണ്ട് പിന്നെ ഒരിക്കലും ആ ഒരു ബന്ധത്തിലേക്ക് തങ്ങൾ പോയിട്ടില്ല. പിന്നീട് ബൈ ചാൻസിൽ ഇപ്പോഴാണ് ഒരു ബന്ധത്തിലേക്ക് വന്നതെന്നൊക്കെയാണ് ഇയാൾ വീണ്ടും പോലീസിനോട് റിപ്പീറ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഈ സിദ്ധരാജു താൻ ഈ കൊലപാതകം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ഒരു ഓട്ടോപ്സി റിപ്പോർട്ട് വരികയാണ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വരികയാണ്. റിപ്പോർട്ട് പ്രകാരം ഫോൺ പൊട്ടിത്തെറിച്ചല്ല രക്ഷിത മരണപ്പെട്ടിരിക്കുന്നത്, ഇതൊരു കൊലപാതകമാണ്. രക്ഷിതയുടെ വായിൽ ഒരു സ്ഫോടന വസ്തു തിരികെ കയറ്റി വെച്ച് ആ സ്ഫോടന വസ്തു പൊട്ടിത്തെറിച്ചാണ് രക്ഷിത മരണപ്പെട്ടിരിക്കുന്നത്. പ്യുവർലി ഇതൊരു മർഡർ ആണെന്ന് പോലീസിന് ഉറപ്പായി. അത് മാത്രമല്ല, രക്ഷിതയുടെ ശരീരത്തിൽ മറ്റു മുറിപ്പാടുകളുണ്ട്. അത് ഒരിക്കലും പൊട്ടിത്തെറിച്ചുണ്ടായ മുറിപ്പാടുകളല്ല, ദേഹോപദ്രവം ചെയ്ത മുറിപ്പാടുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ലൈംഗിക ബന്ധത്തിന് കൂടെ രക്ഷിത മരണത്തിന് മുന്നേ വിധേയമായിട്ടുണ്ടെന്ന് കൂടെ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുമുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ പോലീസിന് ഒരു കഥ മനസ്സിലായി. എന്നാലും രക്ഷിതയും ഈ സിദ്ധരാജുവും കൂടെ ഒരുമിച്ചാണല്ലോ അവിടേക്ക് വന്ന് റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇരുവർക്കും ഇടയിൽ പ്രണയമുണ്ട്. നേരത്തെ പ്രണയബന്ധം ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ പ്രണയബന്ധം തുടർന്ന് പോകുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് സിദ്ധരാജു തന്നെയാണ്. മറ്റ് ആരും ആ റൂമിലേക്ക് വന്നിട്ടില്ല. ഒരു കാരണവശാലും മറ്റാരും ഈ കൊലപാതകം ചെയ്യാനായിട്ടുള്ള ചാൻസും ഇല്ല. ഇനി അറിയേണ്ടത് സിദ്ധരാജു ആണ് ഈ കൊലപാതകം ചെയ്തത്, അത് ഉറപ്പാണ്. അയാൾ എന്തിനീ കൊലപാതകം ചെയ്തു, എങ്ങനെ ഈ കൊലപാതകം ചെയ്തു, പ്രത്യേകിച്ച് ഈ ഒരു സ്ഫോടന വസ്തു എന്ന് പറയുന്നുണ്ടല്ലോ, ആ സ്ഫോടന വസ്തു ഉപയോഗിച്ച് ഒരു മൊബൈൽ പൊട്ടിത്തെറിച്ചതാക്കി ഈ കൊലപാതകത്തെ അയാൾ എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് പോലീസിന് അറിയേണ്ടത്. അങ്ങനെ വീണ്ടും അയാളെ ചോദ്യം ചെയ്യുകയാണ്. ആ ചോദ്യം ചെയ്യലൊടുവിൽ സിദ്ധരാജു എല്ലാ സത്യങ്ങളും പോലീസിനോട് തുറന്നു പറഞ്ഞു. താൻ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തത്. ഇനി അറിയേണ്ടത് ഇയാൾ എങ്ങനെ ഈ കൊലപാതകം ചെയ്തു എന്നുള്ളതാണ്, എക്സിക്യൂഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അതിനുള്ള മറുപടികൾ ഇപ്രകാരമായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ രക്ഷിത 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ തന്നെ സിദ്ധരാജുവായിട്ടൊരു ബന്ധമുണ്ട്. +2 ആയപ്പോഴത്തേക്കും പഠനം പൂർത്തിയാകാണ്ട് അത് നിർത്തിക്കളഞ്ഞു. പിന്നീട് വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ ആ വിവാഹത്തിന് രക്ഷിതയുടെ വീട്ടുകാരും രക്ഷിതയൊന്നും സമ്മതിച്ചില്ല. രക്ഷിത മനഃപൂർവ്വം സിദ്ധരാജുവിനെ ഒഴിവാക്കുകയായിരുന്നു ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട്. അങ്ങനെ ഭർത്താവുമായിട്ട് കേരളത്തിൽ താമസിക്കുകയാണ്. ഭർത്താവ് ആ ഒരു വിവാഹം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ദുബായിലേക്ക് തിരികെ പോവുകയും ചെയ്തു. അപ്പോൾ ഭർത്താവ് പറഞ്ഞിരുന്നത് തൻ്റെ ഭാര്യയും കൂടെ ദുബായിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. പക്ഷെ പെട്ടെന്ന് പറ്റില്ലല്ലോ, അതിന്റെ പ്രൊസീജിയർ എല്ലാം തന്നെ നടക്കാനായിട്ട് കുറച്ച് കാലതാമസം എടുക്കുമല്ലോ. അപ്പോൾ ആദ്യം ആ ഭർത്താവ് ഒറ്റയ്ക്ക് നാട്ടിൽ നിന്ന് പോയി. അപ്പോൾ രക്ഷിത ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. ഭർത്താവിൻ്റെ മാതാപിതാക്കളുണ്ട്, രക്ഷിതയുണ്ട്. അപ്പോൾ രണ്ടുപേരും 2 സ്റ്റേറ്റ് ആയതുകൊണ്ട് രക്ഷിത ഇടയ്ക്ക് കർണാടകയിലുള്ള സ്വന്തം വീട്ടിലേക്ക് പോകാറുണ്ട്. ഈ സ്വന്തം വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ദൂരമുണ്ട്. അപ്പോൾ ആ സ്വന്തം വീട്ടിലേക്ക് പോയി തിരികെ വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രക്ഷിത സോഷ്യൽ മീഡിയയിൽ വീണ്ടും ആക്റ്റീവ് ആകുകയാണ്. അവൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന രക്ഷിത തൻ്റെ പഴയ കാമുകനായിട്ടുള്ള സിദ്ധരാജുവിനെ അയാളിപ്പോൾ എന്താണ് ചെയ്യണത് എന്നറിയാനായിട്ടുള്ള ത്വര ഉണ്ടാവില്ല. എപ്പോഴും ഈ ഒരു എക്സ് ലവറിനെ കുറിച്ച് അറിയുക എന്ന് പറയുമ്പോഴത്തേക്കും ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ഒരു ആകാംക്ഷ ഉണ്ടാവും. അങ്ങനെ എക്സ് ലവറിനെ കുറിച്ച്, സിദ്ധരാജുവിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്, തിരയുകയാണ്. സിദ്ധരാജുവിൻ്റെ പ്രൊഫൈലെല്ലാം കിട്ടി. ഒന്ന് മെസ്സേജ് അയച്ച് നോക്കിയാണ്. ഈ മെസ്സേജ് അയച്ച് നോക്കിയപ്പോഴത്തേക്കും സിദ്ധരാജു ആണെന്നുണ്ടെങ്കിൽ മിണ്ടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇരുവർക്കും ഇടയിൽ വീണ്ടും ഒരു ടോക്ക് വരികയാണ്, ഒരു ചാറ്റ് വരികയാണ്. ഇപ്പോൾ രക്ഷിതയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പറൊക്കെ അടക്കം മാറ്റിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ആ മൊബൈൽ നമ്പർ വേറൊരു മൊബൈൽ നമ്പർ എടുത്തിട്ട് ആ മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്.
അങ്ങനെ രണ്ടുപേരും സംസാരിച്ചപ്പോൾ പറഞ്ഞത്, നമ്മളെന്തായാലും പണ്ട് പ്രണയത്തിലായിരുന്നു, ഇനി ആ ബന്ധം എന്തായാലും തുടരേണ്ട ആവശ്യമില്ല, കാരണം താനിപ്പം മറ്റൊരു ലൈഫിലേക്ക് പോയിട്ടുണ്ട്, രക്ഷിത പറയുകയാണ്. അതുകൊണ്ട് നമുക്കിനി നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം, ആ ഒരു സൗഹൃദം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും മിണ്ടാൻ വേണ്ടി തുടങ്ങി. പതിയെ പതിയെ സംസാരിച്ച് ആ ഒരു സൗഹൃദമൊന്നും അല്ല അവിടെ ഉണ്ടായത്. നേരെ മറിച്ച് ഇരുവർക്കും വേണ്ടി എങ്ങനെയാണോ മുൻപുണ്ടായിരുന്ന ആ ഒരു പ്രണയബന്ധം, ആ പ്രണയബന്ധം അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് വീണ്ടും മുന്നോട്ട് പോകാൻ വേണ്ടി തുടങ്ങി. അപ്പൊ രക്ഷിത നോക്കിയപ്പോഴത്തേക്ക് രക്ഷിതയുടെ ഭർത്താവാണെന്നുണ്ടെങ്കിൽ നാട്ടിലില്ല. മാത്രമല്ല രക്ഷിത ഇപ്പൊ സ്വന്തം വീട്ടിലല്ല, സ്വന്തം വീട്ടുകാർക്കാണ് ഈ സിദ്ധരാജുവിന് ഒട്ടുമേ ഇഷ്ടമല്ലാത്തത്. ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിലാണ്, അവർക്കാർക്കും സിദ്ധരാജുവിനെ കുറിച്ച് അറിയത്തൊന്നുമില്ല. അപ്പോ രക്ഷിത കണ്ട മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താൻ സ്വന്തം വീട്ടിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലുള്ള ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവളുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ വേണേലും പോകാം, ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. അങ്ങനെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണെന്ന് കള്ളത്തരം പറഞ്ഞുകൊണ്ട് സിദ്ധരാജുവായിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. അവർ പല സ്ഥലത്ത് റൂം എടുക്കാൻ വേണ്ടി തുടങ്ങി. ഇരുവർക്കും ഇടയിൽ പഴയതിനേക്കാൾ കൂടുതലായിട്ട് ആ ഒരു ലൈംഗിക ബന്ധം ഉണ്ടാകുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പഴയതിനേക്കാൾ കൂടുതലായിട്ട് കംപ്ലീറ്റ്ലി അടുക്കുകയാണ്. എല്ലാ രീതിയിലും അടുത്തു എന്ന് പറയാം. അവർക്കൊരു കംപ്ലീറ്റ്ലി ഫ്രീഡം കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സിദ്ധരാജുവിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് രക്ഷിതയെ വിവാഹം കഴിക്കുക എന്നുള്ളതായിരുന്നു. കുറെ കാലം പ്രേമിച്ച ഒരു പെൺകുട്ടിയാണല്ലോ. അപ്പൊ ഇവരൊരുമിച്ച് സ്റ്റേ ചെയ്യുന്ന സമയത്തൊക്കെ സിദ്ധരാജു രക്ഷിത എടുത്ത് പറയുകയാണ്, എനിക്ക് തന്നെ വിവാഹം കഴിക്കണം. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നമ്മൾ തമ്മിൽ വീണ്ടും അടുത്തല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ നിന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വരൂ, ഭർത്താവാണെങ്കിൽ ഇപ്പൊ നാട്ടിലില്ലല്ലോ, നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ദൂരെ എവിടെയെങ്കിലും പോയിട്ട് ഒരുമിച്ച് താമസിക്കാമെന്ന് പറയുകയാണ്. അപ്പൊ രക്ഷിത പറഞ്ഞ മറുപടി, എനിക്കൊരിക്കലും അതിന് സാധിക്കില്ല, ഞാനിപ്പോൾ എൻ്റെ ഭർത്താവ് ഇപ്പം എൻ്റെ കൂടെയില്ല, നമ്മൾ ഈ ബന്ധം തുടരുന്നുണ്ട്, രഹസ്യമായിട്ട് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഈ ബന്ധം തുടർന്ന് പോകാം, പക്ഷെ ഒരിക്കലും എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഞാൻ നിന്നോട് വരില്ല, പ്രത്യേകിച്ച് നിനക്കൊരു ജോലിയില്ല, വലിയ സാമ്പത്തികമില്ല, നമുക്കൊരിക്കലും നന്നായിട്ട് ജീവിക്കാനായിട്ട് പറ്റത്തുമില്ല, അതുകൊണ്ട് ഒരിക്കലും ഈ ബന്ധം നീ ഉദ്ദേശിക്കുന്ന പോലെ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് നിന്റെ കൂടെ വന്ന് വിവാഹം കഴിച്ച് ജീവിക്കാമെന്ന് കരുതണ്ട, രഹസ്യമായിട്ട് ഈ ബന്ധം തുടർന്ന് പോകാമെന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോഴത്തേക്കും സിദ്ധരാജുവിന് വലിയ ദേഷ്യം വന്നു. കാരണം വേറൊന്നുമല്ല, ഓൾറെഡി വിവാഹത്തിന് മുന്നേ തേച്ചു എന്ന് തന്നെ പറയാം. ഈ രക്ഷിത സിദ്ധരാജുവിനെ തേച്ച് കളഞ്ഞതാണ്, അല്ലെങ്കിൽ ചതിച്ചതാണ്. വീണ്ടും വിവാഹമെല്ലാം കഴിഞ്ഞ് ഒന്നേന്നാ ബന്ധം വീണ്ടും തുടങ്ങിയ സമയത്ത് എല്ലാം ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവർ പെരുമാറുന്നുണ്ട്. പക്ഷേ തന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല, തനിക്ക് സാമ്പത്തികവും ഇല്ല, തനിക്ക് നല്ലൊരു കുടുംബവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയപ്പോഴത്തേക്കും സിദ്ധരാജുവിന് ദേഷ്യം വരികയാണ്. അപ്പോൾ സിദ്ധരാജു മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചു, അങ്ങനെ എന്നെ വിവാഹം കഴിക്കുന്നില്ല, എന്നെ പണ്ട് ഒരുപാട് ചതിച്ചിട്ടുണ്ട്, ഇപ്പോഴും എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവളെ ഇനി വെച്ചേക്കണ്ട, കൊന്നു കളയാമെന്ന് സിദ്ധരാജു ചിന്തിക്കുകയാണ്. അപ്പോൾ അയാളുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും രക്ഷിതയെ കൊലപ്പെടുത്തണം എന്നൊരു ചിന്ത മാത്രമാണ് വന്നത്. അപ്പോൾ സിദ്ധരാജു ഏറ്റവും ആദ്യം പേടിച്ചത്, താൻ രക്ഷിതയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ പോലീസ് തന്നെ പിടികൂടും, ഒരിക്കലും പോലീസ് പിടിക്കാൻ വേണ്ടി പാടില്ല, അതിന് വ്യക്തമായിട്ടൊരു പ്ലാൻ വേണം. ആ പ്ലാൻ അയാൾ തയ്യാറാക്കിയാണ്. അങ്ങനെ സിദ്ധരാജുവിന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരികയാണ്. ഈ സിദ്ധരാജു എന്ന് പറയുന്ന ആ വ്യക്തി, അയാൾ പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നുമില്ല, ഇടയ്ക്ക് ജോലിക്ക് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറ പൊട്ടിക്കുന്ന ഒരു ജോലിയുണ്ട്. പാറ പൊട്ടിക്കുന്ന കമ്പനിയിൽ പാറ പൊട്ടിക്കുന്ന ഒരു പണിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഈ പാറ പൊട്ടിക്കുന്ന സ്ഥലത്ത് ഗ്ലാറ്റിൻ എന്ന് പറയുന്ന ഒരു സ്ഫോടക വസ്തു ഉണ്ട്. അതിങ്ങനെ ഒരു സ്റ്റിക്ക് പോലെ ഇരിക്കും. അപ്പോൾ ഈ പാറക്കിടയിലേക്ക് ഈ ഗ്ലാറ്റിൻ എന്ന് പറയുന്ന ആ സാധനം അതിങ്ങനെ കയറ്റി വെച്ച് വയറൊക്കെ ആയിട്ട് അതിനെ ചുറ്റി അതിന് റിമോട്ട് കൺട്രോൾ വഴിയോ ആ രീതിയിൽ അത് പൊട്ടിത്തെറിച്ചിട്ടാണ് ഈ പാറയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ സ്ഫോടക വസ്തു എവിടെ കിട്ടും? അത് ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മളാരെങ്കിലും പോയി ചോദിച്ചാൽ തരത്തൊന്നുമില്ല, ആരും വാങ്ങിക്കാനും പാടില്ല. ഓക്കെ, അത് ഇല്ലീഗൽ ആയിട്ടുള്ള, നമ്മളൊന്നും വാങ്ങിക്കാൻ പാടില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ ഈ ഒരു സാധനം സംഘടിപ്പിക്കാനായിട്ട് ഇയാൾക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ഇയാൾ എന്താ ചെയ്തെന്നറിയാവോ? ജോലിക്ക് പോകുന്ന സമയത്ത് ഈ സാധനം, ഈ സ്ഫോടക വസ്തു അത് പതിയെ അയാൾ എന്ത് ചെയ്യുന്നു, അത് കൈവശം വെക്കാൻ വേണ്ടി തുടങ്ങി. അയാൾക്ക് ആവശ്യമുള്ളത് അയാൾ സംഘടിപ്പിച്ചു. എന്നിട്ട് ഇയാളെ മനസ്സിലേക്ക് വന്ന ചിന്ത എന്ന് പറയുന്നത്, ഈ രക്ഷിതയെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് കൊണ്ടുപോകണം, എന്നിട്ട് ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കണം, വായിലേക്ക് ഈ സാധനം തിരികെ കയറ്റി വെച്ചിട്ട് പൊട്ടിത്തെറിപ്പിക്കണം, എന്നിട്ട് ഫോൺ പൊട്ടിത്തെറിച്ച് മരിച്ചതാണെന്ന് പറയണം. കാരണം ഫോൺ പൊട്ടിത്തെറിച്ച് ഒരുപാട് ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലൊരു പ്ലാൻ ഇയാൾ തയ്യാറാക്കിയാണ്. അങ്ങനെ രക്ഷിതയുമായിട്ട് വഴക്കൊന്നും വിട്ടില്ല, സൗഹൃദത്തിൽ വീണ്ടും മിണ്ടുകയാണ്. ഇരുവരും പല സ്ഥലങ്ങളിൽ കറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ഓഗസ്റ്റ് 24, 2025 ദൂരെയുള്ള ബെല്ലേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൽ പോകാം. അപ്പോൾ ക്ഷേത്രത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും പറഞ്ഞത്, എനിക്കിതിനെ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയി വിവാഹം കഴിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി വിവാഹം കഴിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ആ ക്ഷേത്രത്തിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം, ഒരു ദിവസം അവിടെ താമസിക്കാമെന്നും പറയുകയാണ്. രക്ഷിത തന്നെ സംഭവിച്ചു. രക്ഷിത നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരിക്കൽ കൂടെ ഒരു സ്ഥലത്ത് പോയി താമസിക്കുന്നുള്ളതാണ്ട് രക്ഷിത പെട്ടെന്നും തന്നെ അതിനെ കണ്ടില്ല. അങ്ങനെയാണ് ആ സ്ഥലത്ത് വന്ന് താമസിച്ചത്. അങ്ങനെ ആ സ്ഥലത്തൊന്നും താമസിക്കുകയും അന്ന് രാത്രി അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്കും എണീക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എണീറ്റപ്പോഴത്തേക്കും വീണ്ടും ലാസ്റ്റ് ചാൻസ് എന്ന രീതിയിൽ രക്ഷിതയെടുത്ത് സിദ്ധരാജു തന്നെ വിവാഹം കഴിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്.
രക്ഷിത നേരത്തെ എന്ത് മറുപടിയാണോ പറഞ്ഞത് ആ മറുപടി തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി പറ്റില്ല, തനിക്ക് തൻ്റെ ഭർത്താവുണ്ട്, അപ്പോൾ ആ രീതിയിൽ ഒരിക്കലും ഇനി പ്രതീക്ഷിക്കരുതെന്നൊക്കെ തറപ്പിച്ച് പറയുകയാണ്. സിദ്ധരാജുവിന് വീണ്ടും ദേഷ്യം വന്നു. സിദ്ധരാജ് വളരെ പെട്ടെന്ന് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിൽ തുണി തിരികെ കയറ്റി വെച്ചിട്ട് കൈയും കാലും ഒരു തുണി കൊണ്ട് കെട്ടി. എന്നിട്ട് അവളെ ഒരുപാട് ഉപദ്രവിച്ചു. രക്ഷിതയെ കണ്ടമാനം ഉപദ്രവിച്ചു. അവൻ്റെ ദേഷ്യം അടങ്ങുന്നവരെ ഉപദ്രവിച്ചു. എന്നിട്ട് വായിൽ ആ തുണി തിരികെ കയറ്റി വെച്ചത് മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ഈ സ്ഫോടക വസ്തു ഉണ്ടല്ലോ അതിനകത്ത് വയറൊക്കെ ചുറ്റി വെച്ചിട്ട് അവൻ എന്ത് ചെയ്തു, അത് വായിലേക്ക് തിരികെ കയറ്റി വെക്കുകയാണ്. എന്നിട്ടത് ബ്ലാസ്റ്റ് ചെയ്യിപ്പിച്ചു. ഇത് ബ്ലാസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും വായിലിരുന്ന് പൊട്ടി ആ ഒരു പെൺകുട്ടി അവിടെ മരണപ്പെട്ടു. ഈ ബ്ലാസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും രക്ഷിത മരിച്ച ആ ഒരു സമയത്ത് ഈ ബ്ലാസ്റ്റിന്റെ സൗണ്ട് ഇത്രയും സൗണ്ട് വരുമെന്ന് സിദ്ധരാജു കരുതിയില്ല. അവൻ കരുതിയിരുന്നത് ഈ പാറക്കെട്ടൊക്കെ പൊട്ടിക്കുമ്പോഴത്തേക്കും ഓക്കെ ഈ പാറ ഈ പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് ഉണ്ടാവും, അല്ലാണ്ട് ഈ ബ്ലാസ്റ്റിന്റെ സൗണ്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് അവൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ്, അവൻ കണ്ടുപിടിച്ചുണ്ടാക്കിയെടുത്ത സാധനമാണ്. അപ്പോഴത്തേക്കും ഈ ബ്ലാസ്റ്റ് കൺട്രോളബിൾ ആയിരുന്നില്ല. അത്രയും വലിയ ബ്ലാസ്റ്റ് ആയിപ്പോയി. എല്ലാവരും സൗണ്ട് കേട്ട് അങ്ങോട്ട് വരികയും ചെയ്തു. അപ്പോൾ അവൻ്റെ പ്ലാൻ മൊത്തം തെറ്റിപ്പോയി. ഈ കുറേ സമയം കഥകിൽ കൊട്ടിയപ്പോൾ ഇവൻ എന്തുകൊണ്ടത് തുറന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രക്ഷിതയുടെ കൈയും കാലവും കെട്ടിയിട്ടിരിക്കുക. ആ കൈയും കാലം അഴിക്കാനായിട്ട് കുറച്ച് സമയമെടുത്തു. അതാണ് ലേറ്റായി വാതിൽ തുറന്നത്. അങ്ങനെ കൃത്യമായിട്ടുള്ള എല്ലാ തെളിവോടും കൂടി തന്നെ പോലീസ് അയാളെ പിടികൂടിയാണ്. ഇപ്രകാരമാണ് അവൻ ആ ഒരു യുവതിയെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇരുവർക്കും ഇടയിൽ ബന്ധമുണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ ആ ബന്ധത്തിന്റെ പേരിൽ അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ ഇത്രയും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാനോ അവരുടെ ഭാഗത്തൊരു തരി ന്യായം പോലും ഇല്ല. അവരത് ക്രിമിനലാണ്. ക്രിമിനൽ ആയതുകൊണ്ടാണ് ആ ഒരു സ്ത്രീ ഇത്രയും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയത്. അവരുടെ ഫേസ് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ആ കൊലപാതകം അവൻ ചെയ്തത്. അവൻ വിവാഹം പോലും കഴിച്ചിട്ടില്ല. 25 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ഒരു യുവതിയെ സ്നേഹിച്ചു, അവർ വിവാഹത്തിന് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് അത് ഒരു സൈക്കോ ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാ തെളിവോടും കൂടി തന്നെയാണ് പോലീസ് സിദ്ധരാജുവിനെ പിടികൂടിയത്. ഇപ്പോഴും അവൻ ജയിലിൽ തന്നെ കഴിയുകയാണ്. കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ഇതിന്റെ വിചാരണയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ സിദ്ധരാജു ഇത്രയും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയതുകൊണ്ട് ഏറ്റവും വലിയ ഒരു ശിക്ഷ അവന് കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതെന്തായാലും സംഭവിക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ ജോ ജോൺ. See you.